ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇത് നമ്മളെവിടെയാ പോണത്? അതെ, ഹാപ്പി ബർത്ത്ഡേ ടു യു മുറിക്കാൻ പോവാണ് നമ്മള്. എവിടെയാ നമ്മൾ പോണത്? തകഴി പറഞ്ഞേ. പറയത്തില്ല, ഇത് ഓരോരോ കാഴ്ചകളും കണ്ടുകൊണ്ടിരിക്കുവാണ്. നമ്മളെവിടെയാ പോണത്? തകഴി. ഞങ്ങൾ ഹാപ്പി ബർത്ത്ഡേ ടു യു കേക്ക് മുറിക്കാൻ വേണ്ടി തകഴി പോവാണേ. ടാറ്റാ ടാറ്റ പറഞ്ഞേ. ഓക്കേ. അപ്പോൾ ഗൈസ്, ഇന്ന് ഞങ്ങളുടെ അല്ലുമോൻ്റെ ഒന്നാമത്തെ ബർത്ത്ഡേ ആണ്. തകഴിയിലൊരു റിസോർട്ടിൽ വെച്ചിട്ടാണ് ബർത്ത്ഡേ പാർട്ടി നടക്കുന്നത്. ഞങ്ങൾ പോകുന്ന വഴിക്കൊക്കെ ദാഹിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് വെള്ളം കുടിക്കാൻ കയറിയതാണ്. സോഡാ സർബത്താണെന്ന് പറഞ്ഞ് ഞാൻ കുടിച്ചത് സോഡാ നാരങ്ങയായിരുന്നു. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല സോഡാ നാരങ്ങ. അങ്ങനെ അതൊക്കെ അവിടെ വെച്ചിട്ട് ഞാൻ നേരെ കറി പോയിരുന്നു. ഞങ്ങൾ ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി ബേബി ഷോപ്പിൽ വന്നതാണ്. ഇത് സാഗപ്പാട് സീനാക്കി ഇവിടെയുള്ള കളിപ്പാട്ടം മൊത്തം അവന് വേണമെന്നാണ് പറയുന്നത്. സൈക്കിൾ നമുക്ക് ബേബിക്ക് ഗിഫ്റ്റ് മേടിക്കണ്ടേ? അല്ലു ബേബിക്ക് ഗിഫ്റ്റ് മേടിക്കാം. ബാ, കുഞ്ഞിന് സൈക്കിൾ ഉണ്ടല്ലോ. ബേബി ഷോപ്പിൽ കയറിയതേ ഓർമ്മയുള്ളൂ. ദിവസമാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തി കയറണമെന്ന് അറിയത്തില്ല. അവൻ പിന്നെ ഒന്നും വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചില്ല കേട്ടോ. എല്ലാത്തിലും ഒന്ന് കയറിയാൽ മതി അവന്. അങ്ങനെ എല്ലാ കളിപ്പാട്ടത്തിലും ഒന്ന് കയറിയിട്ട് അവൻ വലിയ കുഴപ്പമില്ലാതെ ഇറങ്ങി പോന്നു. അല്ലെങ്കിൽ മിക്കപ്പോഴും സൈക്കിളൊക്കെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നതാണ്. ഇപ്രാവശ്യം എല്ലാത്തിലും കയറ്റിച്ചതുകൊണ്ടാണെന്ന് തോന്നുന്നു വാശിയൊന്നും പിടിച്ചില്ല. എൻ്റെ അനിയത്തിനെ ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അന്ന് എറണാകുളത്ത് പോയപ്പോഴത്തേക്കും ഇതുപോലൊരു കടയിൽ സൈക്കിൾ കണ്ടിട്ട് അവൻ ഭയങ്കര ബഹളമായിരുന്നേ. പക്ഷേ നമ്മുടെ വീട്ടിൽ 2 സൈക്കിളുണ്ട്, അതുകൊണ്ടാണ് അവന് മേടിച്ച് കൊടുക്കാത്തത്. പിന്നെ ഗിഫ്റ്റൊക്കെ മേടിച്ച് നമ്മൾ കാറിൽ കയറി. ഐദൂനാണെങ്കിൽ ഒരു ചോക്കോസും മേടിച്ച് കൊടുത്ത് അവിടെ സെറ്റാക്കി ഇരുത്തിയിട്ടുണ്ട്. പോകുന്ന വഴിക്ക് നമുക്ക് കേക്കും കൂടെ മേടിക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ വരുന്ന വഴി മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്ക് മേടിക്കാൻ കയറിയതാണ്. ഈ കേക്ക് അവിടെ എത്തിക്കുന്നവരെയൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ടെൻഷനായിരുന്നു. ഓരോ വളവ് വരുമ്പോഴും പതിയൊക്കെയാണ് എനിക്ക് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ വല്ലച്ചാലും കേക്ക് അവിടെ കൊണ്ട് എത്തിച്ച് ഒരു കുഴപ്പമില്ലായിരുന്നു എന്തായാലും. അങ്ങനെ അതേ ഫ്രണ്ടിൽ തന്നെ അല്ലൂടെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നേ. ഇവിടെ എത്തിയ പാടെ ആദ്യം തന്നെ ഞാൻ പോയത് വെള്ളം കുടിക്കാനാണ്. കേക്കൊക്കെ എടുത്ത് ടെൻഷൻ അടിച്ച് വന്നേല്ലേ. ബർത്ത്ഡേ ടു യു. ഒരു മാനേ ഈ റിസോർട്ട് വരുന്നതാണെങ്കിൽ ഒരു കായലിൻ്റെ സൈഡിലാണ്. നല്ല അടിപൊളി ആംബിയൻസ് ഒക്കെയാണ്. പക്ഷേ പിള്ളേരെയും കൊണ്ട് നന്നായിട്ട് പാടുപെട്ടുപോയി. പിള്ളേരാണെങ്കിൽ ഈ കായലിൻ്റെ സൈഡിലോട്ടൊക്കെ ഓടുമായിരുന്നു. കൈവരി പോലും ഇല്ലായിരുന്നു അവിടെ. പിന്നെ ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലോട്ട് ഒരു കോട്ടേജ് കണക്കത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. 2 റൂമും ബാത്റൂമും അടുക്കളയും ഒക്കെ ഉള്ളൊരു ഫുള്ള് AC ആയിട്ടുള്ളൊരു സംഭവമൊക്കെ ആയിരുന്നു. അവിടെ ആണെങ്കിൽ ഇരിക്കാൻ സുഖമാണ്. അങ്ങനെ ഞാൻ ഉമ്മച്ചീനെയും ഐദൂനെയും കൊണ്ട് അവിടെ കൊണ്ടിരുത്തിയിട്ട് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വന്നു. ഇവിടെ ആണെങ്കിൽ ഗാനമേളയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അന്നേരവേ ഷമീറിക്ക ഷംനേത്തി ഈ സമയം കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഗാനമേളയൊക്കെ കേട്ട് ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുവാണ്. ഐദൂനെ ഉമ്മച്ചിയുടെ കയ്യിൽ ഏൽപ്പിച്ച ആ ഒരു ഗ്യാപ്പിലാണ് ഞങ്ങളിങ്ങനെ സന്തോഷിച്ച് നിൽക്കുന്നത്. പക്ഷേ കാര്യമില്ല, കുറച്ച് നേരമൊക്കെ അവൻ അവിടെ നിൽക്കത്തുള്ളൂ. എന്തായാലും അവൻ അവിടെ ഇരിക്കുന്ന സമയത്തിന് ഞങ്ങൾ ഇവിടെ നന്നായിട്ട് ചില്ലടിക്കാന്ന് വിചാരിച്ചു. ഇതാണ് സന്തൂർ ഡാഡി, അല്ലുവിൻ്റെ വാപ്പി. ഇതെൻ്റെ രണ്ടാമത്തെ ഇക്കാപ്പിയാണ്. എൻ്റെ മൂത്ത ഇക്കാപ്പിയുടെ രണ്ടാമത്തെ സന്തതിയാണ് ഇത് ഇപ്പം എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. ഇവനാണെങ്കിൽ ഒരു തരത്തിൽ അടങ്ങിയിരിക്കുന്നില്ല, നല്ല ഓട്ടമായിരുന്നു. അങ്ങനെ ഇവനെയും കൂടെ കൊണ്ട് ഞാൻ ഐദൂനിലൊക്കെ ഇരുത്താൻ പോവുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ കോട്ടേജ്. അങ്ങനെ യൂട്യൂബൊക്കെ കൊടുത്ത് ഉമ്മച്ചി അവിടെ ഇരുത്തിയിരിക്കുമായിരുന്നു ഐദൂനെ. അങ്ങനെ പക്വനെയും ഞാൻ അവിടെ ഇരുത്തിയിട്ട് ഞാൻ നേരെ പോയി കേക്കൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കപ്പ് കേക്കും അങ്ങനെ സിക്കിൾസും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം ഞങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇതാണ് എൻ്റെ മൂന്നാമത്തെ ഇക്കാപ്പി. എനിക്കാണെങ്കിൽ ഇതുപോലത്തെ ഡെക്കറേഷനും ഇതുപോലത്തെ അലുക്കുളത്തെ സെറ്റിംഗ് പരിപാടിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങളതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അടിപൊളി സിക്കിൾസും കേക്കും കപ്പ് കേക്കും പേസ്ട്രീസും എല്ലാം ഉണ്ടായിരുന്നു. അമീനാടെ കെയർ ഓഫിൽ പരിചയത്തിൽ ഏതോ ഒരുത്താണ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. കേക്ക് അടിപൊളി കേക്കായിരുന്നേ. അങ്ങനെ എല്ലാം സെറ്റാക്കി ടേബിളും കാര്യങ്ങളും എല്ലാം റെഡിയാക്കിയിട്ട് നമ്മുടെ അല്ലുവിൻ്റെ ഗ്രാൻഡ് എൻട്രിയാണ് ഇത് കാണാൻ പോകുന്നത്. മാഷാല്ലാ, നല്ല അടിപൊളി ഗ്രാൻഡ് എൻട്രി ആയിരുന്നു നമ്മുടെ അല്ലുക്കുട്ടൻ്റെത്. അല്ലുക്കുട്ടൻ്റെ മൂത്തുമ്മയുടെ ഗിഫ്റ്റാണ് ഈ ഒരു വണ്ടി. സംഭവം അതല്ല, നമ്മുടെ അല്ലുക്കുട്ടൻ്റെ ഗ്രാൻഡ് എൻട്രി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരാൾ ഇവിടെ ബഹളം തുടങ്ങി. അവന് കാറിൽ കയറണമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ കുറച്ച് നേരം കാറൊക്കെ ഓടിപ്പിച്ച് അങ്ങനെ സമാധാനിപ്പിച്ചിരുത്തി. പിന്നെ അതേ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും വീതിച്ച് കൊടുക്കുവാണ്. ഞാൻ ആഗ്രഹിച്ചിരുന്ന സാധനമാണ് ഈ സിക്കിൾസ്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അങ്ങനെ അത് ഞാൻ കഴിച്ചു. ഐദൂസിന് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനും ഉമ്മച്ചിയും കൂടെ ആ കോട്ടേജിലോട്ട് വീണ്ടും പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരിക്കുന്ന സമയത്തിന് എനിക്കും കൂടെ ചോറായിട്ട് ഇരിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്നാണ് ചോറ് കഴിച്ചത്. നല്ലൊരു ബീഫ് ബിരിയാണി ആയിരുന്നേ. പക്ഷേ ഞാനൊരു ഇച്ചിരി കഴിച്ചുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ സിക്കിൾസും കേക്കും എല്ലാം കൂടെ അടിച്ച് കയറ്റി മത്തടിച്ചിരിക്കുമായിരുന്നു. ഇങ്ങോട്ടേക്കൊക്കെ ഫുഡൊക്കെ എടുത്തുകൊണ്ട് കൊണ്ടുവന്നത് കൊണ്ട് തന്നെ ആസ്വദിച്ചിരുന്നാണ് ഫുഡൊക്കെ കഴിച്ചത്.
ഐദൂസ് കാണിക്കുന്ന ഓരോ വേലത്തരവും കുസൃതികളൊക്കെയാണ് ഞങ്ങളിപ്പോൾ ഈ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫുഡെല്ലാം നല്ല അടിപൊളിയായിട്ട് കഴിച്ചിട്ട് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ്. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ടിരിക്കുവാണേ. I've been thinking about myself today. ഇവിടെ ദയിക്കാപ്പയുടെ കൂട്ടുകാരുടെ വക കലാശക്കൊട്ട് പരിപാടികളൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അടിപൊളി ഒരു വൈബായിരുന്നേ. അങ്ങനെ അളിയനും കൂടെ യാത്ര പറച്ചിലാണ്. എല്ലാം കഴിഞ്ഞ് പോകാൻ ഇറങ്ങിയപ്പോഴാണ് ഐദൂസിന് അല്ലുമോനോട് സ്നേഹം വന്നത്. അത് ആദ്യം അങ്ങനെ ആദ്യത്തെ ദിവസം അങ്ങനെയാ ബുദ്ധിമുട്ടാ. ഉമ്മാക്കാണെങ്കിൽ ഈയിടെയായിട്ട് ഖുർആൻ ഓതുമ്പോഴും ഫോൺ നോക്കുമ്പോഴും എല്ലാം ഭയങ്കര കണ്ണുവേദനയാണ്. അങ്ങനെ കൊണ്ട് കാണിച്ചപ്പോൾ കണ്ണാടി മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഷെമീറിക്ക് അത് മേടിച്ചുകൊണ്ട് വന്നിട്ട് ഉമ്മ കണ്ണിൽ വെക്കുന്ന രംഗമാണിത്. നമ്മളിപ്പോൾ എവിടെയാണ് ഇത് പോണത്? ഓജി ജ്യൂസ് കുടിക്കാൻ. എന്ത് കുടിക്കാൻ പോവാ? ഓജി ജ്യൂസ് പറഞ്ഞു. ഓജി ജ്യൂസ് എന്ന് പറഞ്ഞേ. എവിടെ ഓജി ജ്യൂസ്? എവിടെ? വരുന്ന വഴി ഞങ്ങൾ ജ്യൂസ് കുടിക്കാൻ കയറിയതാണ് ഗൈസ്. ഓടി തളർന്നു ഞങ്ങൾ. നമുക്ക് ജ്യൂസ് കുടിക്കാം. ജ്യൂസ് എവിടെ? ജ്യൂസ് ജ്യൂസ് കാണിച്ചു തന്നെ. യാത്ര പറച്ചിലെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഏകദേശം ഒരു 10:30-10:45 ആയിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ നേരെ ഇങ്ങോട്ട് ജ്യൂസ് കുടിക്കാൻ വന്നതാണ്. ഐദൂനാണെങ്കിൽ ഒജി ജ്യൂസ് വേണമെന്ന് പറഞ്ഞ് ബഹളം വെക്കുമായിരുന്നു. അങ്ങനെ ഐദൂന് ഒരു ഒജി ജ്യൂസും മേടിച്ചു കൊടുത്തു. ഉമ്മമാർക്ക് 2 പേർക്കും ലൈമ് മതിയെന്ന് പറഞ്ഞു. അത് മേടിച്ചു കൊടുത്തു. ഇപ്പോൾ ഉമ്മയുടെ മുഖം മറന്നു കണ്ടോ? തണുപ്പ് കൂടുതലായതുകൊണ്ടാണ് ഉമ്മയുടെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഞാൻ ഒരു പാഷൻ ഫ്രൂട്ട് ലൈമും ഒരു മുന്തിരിയുടെ ലൈമുമാണ് കുടിച്ചത്. ഇക്കാടെ എനിക്കും ഇഷ്ടപ്പെട്ടില്ല, എൻ്റെ ഇക്കാക്കും ഇഷ്ടപ്പെട്ടില്ല. വീണ്ടും മാറ്റി ഞങ്ങൾ തന്നെ അവരവരുടെ കുടിച്ചു. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി. അപ്പോൾ ബർത്ത്ഡേ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.